ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളിtik എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക്. അതിനു മുമ്പ് മലയാളിtik എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ട് ചിക്കൻ കറിയാണ്. അതിനായി നാം ചിക്കൻ ഇവിടെ കഴുകി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചൊറുക്ക എല്ലാം പെറ്റി വെച്ചിരിക്കുകയാണ്, സെറ്റായിട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ സവാള, അതായത് ഞാൻ ഇതിൻ്റെ എടുത്തേക്കുന്നത് എത്രയാ, 4 സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, ഒരു 4 തക്കാളി ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. അതായത് ചിലർക്ക് നമ്മൾ ഇഞ്ചിയുടെ പേസ്റ്റായിട്ട് കൊടുക്കുന്നവരുണ്ട്. നമ്മളിവിടെ കുരു നനഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടി. അതായത് മഞ്ഞൾപ്പൊടി ഞങ്ങളിവിടെ 3 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, മസാലപ്പൊടി ഒരു 3 സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ എരിവ് അനുസരിച്ചുള്ളത് നിങ്ങൾക്ക് ഇടാം, അതിന് കുഴപ്പമില്ല. പിന്നെ ഈ ചിക്കനിൽ ചൊറുക്ക ഞങ്ങളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചൊറുക്ക് വെട്ടി ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചൊറുക്ക വേണ്ടാത്തവർക്ക് അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചെയ്യാം. പിന്നെ അത്യാവശ്യം ഉപ്പ് വെച്ചിരിക്കുക. അതായത് പാൻ ഞങ്ങളിവിടെ ഒരു ചെറിയൊരു ഇതാണ് അടപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാം. ചട്ടി അടപ്പത്ത് വെച്ചു. ചട്ടി നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ സവാള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. പകുതി ഇതായി തുടങ്ങുമ്പോൾ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ഈ വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ സവാള ഇപ്പോൾ ഒരുവിധം വഴറ്റി, അതായത് ബ്രൗൺ കളറായി തുടങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ പൗഡേഴ്സ്, അതായത് മല്ലിപ്പൊടി, നമ്മൾ ആദ്യം തന്നെ മല്ലിപ്പൊടി ഇടാണ്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. അത് ഇളക്കി കൊടുക്കണേ. ശേഷം മുളക് പൊടി ഇടാം. മുളക് പൊടി ഇടണം കേട്ടോ. മുളക് പൊടി ഇട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം നമ്മുടെ മസാല ഇട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ ഗ്രേവിയിലെ എല്ലാ ഇതും പൗഡേഴ്സും ഒന്ന് പിടിക്കണം. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇപ്പം ശരിക്കും അത് ഇതായി തുടങ്ങുന്നുണ്ട്, വഴിച്ച് അത് നല്ലതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തക്കാളി, അതായത് നമ്മൾ അന്വേഷിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്ത് ശരിക്കും ഒന്ന് വഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തീ ഒന്ന് കുറച്ചിടണം നമ്മൾ, കാരണം അത് കൂടുതലിട്ട് ഞങ്ങൾക്ക് കരിഞ്ഞ സാധനം ഉണ്ടാക്കുന്നു. കൈ ഒന്ന് കുറച്ചിട്ട് സിമ്മിലിടണം. സിമ്മിലിടുന്ന വിളക്കി കൊടുത്ത് അത് തക്കാളി ശരിക്കും ഒന്ന് വഴച്ചെടുക്കണം. തക്കാളി ശരിക്കും ഒന്ന് വഴറ്റണേ. വഴറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കൻ നന്നായി ഒന്ന് ഇളക്കി ആ ഗ്രേവി മൊത്തം ആ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അത്യാവശ്യം ഉപ്പ്, കാരണം നമ്മൾ ചിക്കനിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ, ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ഇളക്കി കൊടുക്കണം. ഇളക്കി നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് ഇപ്പോൾ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ തക്കാളിയുടെ ആ ഒരു സവാളയുടെ ഒക്കെ ഒരു മണം നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട്. നല്ല ഗ്രേവിയൊക്കെ എല്ലാത്തിലും നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. നല്ല ഇതായി വരുന്നുണ്ട്. ചിക്കൻ നല്ല കളറിങ്ങായി വരുന്നുണ്ട്. ഒന്ന് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ച് സിമ്മിൽ വിട്ട് കൊടുക്കാം. സിമ്മിൽ ഇട്ട് കൊടുത്ത് വേവിക്കാം. ചിക്കൻ കറിയുടെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല തിളച്ച് നല്ല ഇതായിട്ട് ചിക്കൻ കറിയുടെ മണമൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചിക്കൻ കറി ഒരുവിധമൊക്കെ വെന്ത് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഒരു പ്ലേറ്റിലെടുത്ത് വാങ്ങി വെക്കാം.